പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, പ്രഭാഷകൻ 23:8 തിരുവചനം പറയുന്നു, പാപിയുടെ പതനത്തിന് കാരണം അവൻ്റെ ചുണ്ടുകളാണ്. ചീത്ത പറയുന്നവൻ്റെയും അഹങ്കാരിയുടെയും വീഴ്ചയ്ക്ക് കാരണം നാവ് തന്നെ. വിശുദ്ധ യാക്കോബ് ശ്ലീഹ പറയുന്നു, നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളിലൊന്നായ അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു. നാം എല്ലാവരും പല വിധത്തിലും തെറ്റുകൾ ചെയ്യുന്നുണ്ട്. എന്നാൽ സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും. ചാട്ട കൊണ്ടടിച്ചാൽ തിണർപ്പുണ്ടാകും, നാവുകൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ തകരും. നാം അനേകരെ നമ്മുടെ നാവുകൊണ്ട് നശിപ്പിക്കാറുണ്ട്. നാം പറയുന്ന വാക്കുകൾ തെറ്റായിട്ട് നമുക്ക് തോന്നാറില്ല. നാം അതെല്ലാം പലപ്പോഴും ഒരു പ്രതികാര ചിന്തയോടെ പറയുന്നവയോ അല്ലെങ്കിൽ തമാശയ്ക്കായിട്ടോ പറയുന്നതാവാം. പക്ഷേ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ മറ്റുള്ളവരുടെ ഹൃദയത്തെ തകർത്ത് കളയാറുണ്ട്. അവരുടെ ഉന്നമനത്തെ, ഉയർച്ചയെ എല്ലാം നശിപ്പിച്ച് കളയാറുണ്ട്. നാം പറയുന്ന ഓരോ വാക്കിനും അന്ത്യദിനത്തിൽ നാം കണക്ക് കൊടുക്കേണ്ടി വരും എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ നാവ് കൊണ്ട് കർത്താവിനെ നാം സ്തുതിക്കുന്നു, ദൈവത്തെ നാം സ്തുതിക്കുന്നു. എന്നാൽ അതേ നാവ് കൊണ്ട് ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ ശപിക്കുകയും കുറ്റം വിധിക്കുകയും പരദൂഷണം പറയുകയും എല്ലാം ചെയ്യുന്നു. അപ്പോൾ അരുവി ഒരേ ഉറവയിൽ നിന്ന് മധുരവും കയ്പും പുറപ്പെടുവിക്കുമോ എന്ന് വിശുദ്ധ യാക്കോബ് ശ്ലീഹ ചോദിക്കുന്നുണ്ട്. നമ്മെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നത് പരിപൂർണതയിലേക്കാണ്, അതുപോലെ വിശുദ്ധിയിലേക്കുമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:48 തിരുവചനം പറയുന്നു, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ എന്ന്. അതിനാൽ നമ്മുടെ നാവിനെയും നമ്മുടെ സംസാരത്തെയും നാം ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ നാവ് കൊണ്ട് നാം പ്രഹരിക്കുമ്പോൾ അത് അനേകരുടെ അസ്ഥിയെ തകർക്കുന്നുണ്ട് എന്ന് നാം അറിഞ്ഞിരിക്കണം. മറ്റുള്ളവരുടെ നന്മയെ ലക്ഷ്യം വെച്ച് നല്ലത് മാത്രം ദൈവഹിതപ്രകാരം സംസാരിക്കാൻ നാം പഠിക്കണം. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവത്തെയും വിശുദ്ധിയോടെ കൈകാര്യം ചെയ്യാനായിട്ട് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുമ്പോൾ വിശുദ്ധരാകുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യത്തിലും വിശുദ്ധിയോടെ പ്രവർത്തിക്കാൻ, വിശുദ്ധിയോടെ സംസാരിക്കാൻ നമുക്ക് കഴിയണം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.